ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഏല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹാ എപ്പിസോഡാണ് കേട്ടോ ഇന്ന്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള എപ്പിസോഡാണ്. വിക്രത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് നമ്മുടെ വേദ നല്ല അടിപൊളിയായിട്ട് തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ദിവസം. നമ്മുടെ വിക്രം സെല്ലിൽ കിടക്കുന്നു. പോലീസുകാരന്മാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വന്നും പോയി നോക്കിയും കണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് കുഞ്ഞൂട്ടനും ജോസും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താടാന്ന് ചോദിച്ചപ്പോൾ വിക്രത്തെ കാണണമെന്ന് പറഞ്ഞു. ഇവ രക്ഷപ്പെടുവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസുകാർ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതെന്താടാ സത്രമാണോ ഇത്, വലിഞ്ഞു കയറുമ്പോൾ നാളെ കാണണമെന്ന് പറയാനെന്നൊക്കെ ചോദിക്കുമ്പോൾ സോറി സാർ, ഒന്ന് സംസാരിച്ചിട്ട് പോയിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റത്തില്ല എന്ന് ഇയാൾ പറഞ്ഞു കുഞ്ഞൂട്ടനോടൊക്കെ. അവൻ ടൂറിന് ഒന്നുമല്ല, പീഡനക്കേസിലെ പ്രതിയാണെന്നും അവനോട് സംസാരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. പ്ലീസ് സാർ, ഒരു 5 മിനിറ്റ് പോലും എടുക്കില്ല, പെട്ടെന്ന് ഞങ്ങൾ പോയിക്കോളാമെന്നും പറഞ്ഞു ജോസ്. അപ്പോൾ വിക്രം ഇങ്ങനെ അകത്തുനിന്ന് ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം ഞാനൊരു ക്രൂരനാണെന്നാണല്ലോ നിങ്ങളുടെയൊക്കെ വിചാരമെന്നും പിന്നെ നീയൊക്കെ അവനോടൊപ്പം നിന്നിട്ട് എനിക്ക് പണിയാൻ നോക്കിയതല്ലേടാന്ന് ചോദിച്ചു. അയ്യോ എൻ്റെ പൊന്നു സാറേ, അങ്ങനെയൊന്നും പറയല്ലേ, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് പോയിക്കോളാമെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ അവനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടും യാതൊരു കാര്യവും ഇല്ല. കോടതിയിൽ ഞങ്ങൾ അവനെ പൂട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് നീ എസ് ഐ പറയാം. അവിടുന്ന് അവനെ നേരെ ജയിലിലേക്ക് വിടാൻ പോകുന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് ഇവനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 5 മിനിറ്റ്, 5 മിനിറ്റ്, എൻ്റെ കാരുണ്യം കൊണ്ട് 5 മിനിറ്റ് വേഗം സ്ഥലം കാലിയാക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ വിക്രത്തിൻ്റെ അരികിലേക്ക് ഇവർ രണ്ടുപേരും ചെന്നു. അപ്പോൾ നിന്നെ അയാൾ വല്ലാണ്ട് ഉപദ്രവിച്ചോടാന്ന് ജോസ് ചോദിക്കുമ്പോൾ വിക്രം അതിപ്പോഴത്തെ കണക്കൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത്തവണ ശരിക്കും നിന്നെ കൊടുക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നല്ലേ, അപ്പോൾ വല്ലാത്ത ചെയ്ത്തായി പോയല്ലോടാന്ന് കുഞ്ഞൂട്ടൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്, ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ എന്ന് വിക്രം പറഞ്ഞു. അതുപോലെ അല്ല വിക്രം, കേസ് വേറെയാണെന്ന് നീ ഓർക്കണമെന്ന് പറഞ്ഞു. ഇതേ ആളുകളിപ്പോൾ കളിയാക്കി പറയാൻ തുടങ്ങി. ഇന്നൊരു മെസ്സേജ് വന്നു, പിന്നെ റൗഡി മാറി റേപ്പിസ്റ്റ് ആയി എന്നൊക്കെ പറഞ്ഞു. അപ്പം നീ എന്തിനാ അവളുടെ വീട്ടിലേക്ക് ഓടി കയറിപ്പോയത്, അതും ആ പാതിരാത്രിക്ക്? അത് പിന്നെ വേണമെന്ന് കരുതി ആരെങ്കിലും പോകുവോടാന്ന് ചോദിച്ചു. പിന്നെന്താടാ, അവളുടെ വീടിന് മുന്നിൽ വെച്ച് എൻ്റെ നേരെ ആരോ പന്നിപ്പടക്കം എറിഞ്ഞു. ഞാൻ വണ്ടി നിർത്തിയപ്പോൾ മദ്യം നിറച്ച് ബലൂണുകൾ എൻ്റെ ദേഹത്തേക്ക് വീണ് പൊട്ടി. ഞാൻ ജീവനും ഒരുത്തൻ ഓടുന്നത് കണ്ടപ്പോൾ ഞാൻ പിറകെ വെച്ച് പിടിച്ചത്. അവളുടെ വീട്ടിലായിപ്പോയി. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ വിക്രം പറയുവാണ്. അപ്പോൾ കിട്ടിയ അവസരത്തിൽ ഈ സാബു സാറാണെങ്കിൽ എല്ലാം ഒരുമിച്ച് തീർക്കാനുള്ള പരിപാടിയാണെന്നും പറഞ്ഞു. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് ഊരിയേ പറ്റുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ രാവിലെ ശ്രീനി സാറിനെ കണ്ടിരുന്നു, വക്കീലിനെ പറഞ്ഞയക്കും എന്നാ പറഞ്ഞിരുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നോക്കുക കേട്ടോ അദ്ദേഹം. ശ്രീനി സാറിന് ഇതൊരു ടെൻഷനായല്ലോ എന്നും പറഞ്ഞ് വിക്രം പറയുക. അല്ലെങ്കിൽ ഇലക്ഷൻ്റെ കാര്യത്തിൽ സാർ ആകെ ടെൻഷൻ അടിച്ച് നടക്കുന്ന സമയമാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് ടെൻഷൻ, ഇത്രയും കാലം വലങ്കൈ പോലെ നിന്നിട്ട് നിനക്കൊരാപത്ത് വരുമ്പോൾ ശ്രീനി സാറിന് എൻ്റെ കൂടെ നിൽക്കാതിരിക്കുമോ എന്ന് ജോസ് അന്നേരം ചോദിച്ചു. പുറത്തിറങ്ങിയാലും ഈ ഒരു പേര് എനിക്ക് മാറി കിട്ടത്തൊന്നുമില്ല, അതിനിപ്പോൾ എങ്ങനെ മാറ്റിയെടുക്കുമെന്ന് എനിക്ക് അറിയില്ലാത്തതെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എടോ മതി പോടോ എന്നും പറഞ്ഞുകൊണ്ട് അവരവരെ പറഞ്ഞു വിടുക. ഈ സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേദ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാം, എന്തിൻ്റെ പേരിലായിരിക്കും വിക്രം അവിടെ ചെന്ന് കയറിയത്, അവിടെ കയറാനുള്ള ഒരു സാധ്യത അതെന്താണ്, ചുമ്മാ ഒന്നും ചെന്ന് കയറില്ല. എന്തിനായിരിക്കും വിക്രം അവിടെ പോയത്? ഇനി രമ്യ വിക്രത്തെ അവിടെ വിളിച്ചു കയറ്റിയതായിരിക്കുമോ? അങ്ങനെ ആയിരിക്കണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ തിരിഞ്ഞു നിൽക്കുന്ന അവളുടെ മൊബൈലിൻ്റെ പുറകിൽ നിന്ന് വിക്രം വരുന്നത് പതിയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. ഇനി വിക്രം വന്ന് കയറിയപ്പോൾ അവൾ മനഃപൂർവ്വം തിരിഞ്ഞു നിന്നതാവോ? വേദ ഇരുന്ന് ഇങ്ങനെ പല വഴിക്കും ചിന്തിക്കുക. ആ സമയത്ത് കുഞ്ഞോട്ടൻ്റെ ഫോൺ വേദയിലേക്ക് വന്നു. വേദ വേഗം തന്നെ എടുത്തു. അപ്പോൾ ഹലോ പറഞ്ഞോളാൻ പറഞ്ഞു. അന്നേരം ഞാനും ജോസും കൂടി പോയി കണ്ടായിരുന്നു വിക്രമിനെ. വേദ എന്താ അവനെ പോയി കാണാത്തതെന്ന് ചോദിച്ചു. അത് പിന്നെ ഈ സമയത്ത് അവനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാക്കാനെങ്കിലും അത് നല്ലതല്ലേ എന്ന് കുഞ്ഞോട്ടൻ ചോദിക്കുക വേദയോടെ. അവൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല വേദ എന്നും പറഞ്ഞു. അപ്പോൾ അതെനിക്ക് അറിയാവുന്നതല്ലേ, പിന്നെ എന്താണ് അവനെ ഒന്ന് ചെന്ന് കണ്ടാലെന്ന് ചോദിച്ചു. അതുകൊണ്ട് വിക്രത്തെ കേസിൽ നിന്ന് വെറുതെ വിടുമോ എന്ന് ചോദിച്ചു അന്നേരം വേദ. അതല്ല വേദ, എന്നാലും ഇപ്പം ഞാൻ ചെന്നാൽ വിക്രം കരുതുക ആ ഒരു അവസ്ഥയിൽ ഞാൻ പരിഹസിക്കാൻ ചെന്നു എന്നുള്ളതാവും. എനിക്ക് വേണ്ടത് വിക്രം ആ ഒരു അവസ്ഥയിൽ ചെന്നു പെട്ടത് എങ്ങനെയാണെന്ന് കണ്ടെത്തുകയാണെന്ന് പറയുമ്പോൾ അത് കേസ് വരുമ്പോൾ തെളിയിച്ചാൽ പോരെ വേദ എന്ന് ചോദിച്ചു. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ അവനെ ഒന്ന് സമാധാനിപ്പിക്കാനെങ്കിലും ഒന്ന് ചെന്നൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അത് വേണ്ട അനിയൻകുട്ടാ, ഇപ്പം എന്നെ കണ്ടാലേ ചിലപ്പോൾ വിക്രത്തിൻ്റെ വിഷമം കൂടത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. കോടതിയിൽ സെന്റിമെന്റ്സിന് യാതൊരു സ്ഥാനവും ഇല്ലെന്നും അവിടെ തെളിവുകളാണ് വേണ്ടതെന്നുള്ള കാര്യവും വേദ പറയുവാണ്. വിക്രത്തിനെതിരായ തെളിവുകൾ പ്രതിരോധിക്കാനായിട്ട് എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയുമ്പം ശരിയെന്ന് കുഞ്ഞോട്ടൻ പറഞ്ഞു. അത് എത്രയും പെട്ടെന്ന് ഞാൻ സാധിച്ചിരിക്കും എന്ന് പറഞ്ഞ് വേദ ഫോൺ കട്ട് ചെയ്തു. കുഞ്ഞോട്ടനാണെങ്കിൽ വേദയോട് കാര്യമായിട്ട് പറഞ്ഞതുമില്ല. വേദ ഈ സമയത്ത് അവിടെ ഇറങ്ങിയിരുന്ന് ഇങ്ങനെ ആലോചിക്കുക. എന്നിട്ട് പതുക്കെ വീട്ടിലേക്ക്, അതായത് രമ്യ താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുക. അപ്പോൾ ആ ചേട്ടൻ ഇറങ്ങി വന്നു. നമസ്കാരം പറഞ്ഞ് വേദ ചെല്ലുമ്പോൾ എന്താ മോളെ എന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ ദാ വീട്ടിൽ എനിക്കറിയാം സുധാകര മാഷിൻ്റെ ഇളയ മകൻ വിക്രമൻ്റെ ഭാര്യയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു കേട്ടോ.
അപ്പോൾ നിന്റെ വിക്രമന് ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നിയാലോ മോനെ? അതെന്താ അതിന് കാരണം? പാർട്ടിക്ക് വേണ്ടി ചില അടിപിടിയൊക്കെ ഉണ്ടാക്കുമെങ്കിലും എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ടവനായിരുന്നു അവനെന്നും പറഞ്ഞ് ഇങ്ങനെ പറയാം. ഇങ്ങനെ ഒരു സ്വഭാവം അവനുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ ആ ചേട്ടൻ ഇങ്ങനെ വേദയോട് പറയാം. വീട് പണി തീർന്ന് വാടകയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ വിക്രമന്റെ ചേട്ടൻ വിനായകനാണ് പറഞ്ഞത് ഒരു നല്ല പാർട്ടി ഉണ്ടെന്ന്. അപ്പോൾ വന്നിട്ട് 1 മാസം തികയുന്നതിന് മുൻപ് ആ കുട്ടി ഇവിടുന്ന് ഓടിച്ചു കളഞ്ഞല്ലോ മോളെ എന്ന് പറഞ്ഞ ചേട്ടൻ. അപ്പോൾ ബ്രോക്കറിന് കാശ് കൊടുത്തത് അങ്ങ് പോയി കിട്ടിയെന്നുള്ളതല്ലാതെ എനിക്ക് എന്ത് മെച്ചമാണ് ഉള്ളതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വിക്രത്തിന്റെ ഭാഗത്ത് നിന്ന് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല ചേട്ടാ, അത് മോള് മാത്രം പറഞ്ഞാൽ മതിയോ? നാട്ടുകാർ മുഴുവനും കണ്ടതല്ലേ എന്നാ ചേട്ടൻ വേദയോട് ചോദിച്ചു. തനിയെ കഴിയുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അസമയത്ത് കയറി ചെല്ലേണ്ട എന്ത് കാര്യവും അവനുള്ളതെന്ന് ചോദിച്ചു. തന്നെ കയറി പിടിക്കാൻ വന്നത് വിക്രമാണെന്ന് ആ പെൺകുട്ടിയും മൊഴി കൊടുത്തില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ശരിയാണ് ചേട്ടാ, സംഭവിച്ചൊക്കെ ശരിയാ, എല്ലാ തെളിവും വിക്രമനെതിരെ തന്നെയാണ്. എന്നാലും താനത് ചെയ്തിട്ടില്ല എന്ന് വിക്രം പറഞ്ഞാൽ അത് തെളിയിക്കാൻ ആൾക്കാർ അവസരം കൊടുക്കണ്ടേ ചേട്ടാ എന്ന് വേദ ചോദിച്ചു. അപ്പോൾ കെട്ടിപ്പോയില്ലേ, എന്ത് ചെയ്യാം, സഹിക്കുകയും ന്യായീകരിക്കുകയും തന്നെ, അല്ലാതെ എന്ത് ചെയ്യാനാണെന്ന് വേദയോടി ചേട്ടൻ ചോദിക്കാം. അല്ല മോളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അപ്പം രമ്യയെ കാണാൻ വേണ്ടി തന്നെ വന്നതാ ചേട്ടാ, അവൾ എപ്പോഴാണ് വീട് ഒഴിഞ്ഞത്? അപ്പം ഇന്നലെ രാത്രി എന്നെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം പെട്ടെന്നായിരുന്നു. വീട്ടു സാധനങ്ങളൊക്കെയോ കുറച്ചൊക്കെ അവർ കൊണ്ടുപോയി, ബാക്കിയുള്ളതെല്ലാം ഫർണിച്ചർ കടക്കാർ വരും, അവർ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്നാണ് പറഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അഡ്വാൻസ് ഒക്കെ തിരിച്ചു കൊടുത്തോ? അപ്പോൾ ഓൺലൈൻ വഴി എനിക്ക് അയച്ചു തന്നു, 1 മാസത്തെ വാടക ഒഴിച്ചുള്ളത് ആ നമ്പറിലേക്ക് എന്നെ തിരിച്ചയച്ചും കൊടുത്തു എന്ന് പറഞ്ഞു. എന്താ മോളെ കാര്യമെന്ന് ചോദിച്ചപ്പം കുറച്ച് കാര്യങ്ങൾ രമ്യയോട് സംസാരിക്കാനുണ്ടായിരുന്നു, അതാണെന്ന് പറഞ്ഞു. വിക്രമൻ്റെ കാര്യങ്ങളൊന്ന് ചോദിക്കണം, പിന്നെ എന്തെങ്കിലും ആധാർ കാർഡോ അഡ്രസ്സോ മറ്റോ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓഫീസിൽ അഡ്രസ്സാണ് തന്നത്, അത് മതിയെന്ന് ഞാനും പറഞ്ഞെന്ന് പറഞ്ഞു. വാടകയ്ക്ക് വീട് കൊടുക്കുമ്പോൾ ആധാർ കാർഡും മറ്റു രേഖകളും വേണമെന്നൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഉണ്ട്, പക്ഷെ വിനായകൻ പറഞ്ഞ ആളല്ലേ, അതുകൊണ്ട് ഞാൻ അതൊന്നും കൂടുതലായിട്ട് ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വേദയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായി. അപ്പോൾ ശരിയായിട്ടാ എന്നാൽ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ ഇങ്ങനെ ഇറങ്ങി. വേദ ഇറങ്ങിയിട്ടൊന്ന് തിരിഞ്ഞൊന്ന് നോക്കി, എന്നിട്ട് വീണ്ടും വീട്ടിലേക്ക് പോവുക. ഈ ഒരു സമയത്താണ് വിനായകനും നന്ദിനിയും കൂടി എതിലെയോ പോകാനായിട്ട് ഇറങ്ങി വരുന്നത് കണ്ടത്. അപ്പോൾ വിനായകനോട് നമ്മുടെ വേദ ചോദിക്കാൻ തീരുമാനിച്ചു, എന്താണ് എങ്ങനെയാണ് ഇവൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലും വീഴുവോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പം അങ്ങനെ നമ്മുടെ വേദ വന്ന് ഏട്ടനും ഏട്ടത്തെയും പുറത്തേക്ക് പോവുകയാണെന്ന് തോന്നുന്നല്ലോ, എന്താ ഞങ്ങൾ മാത്രം എങ്ങും പോകാതെ തടച്ചിരുന്നാൽ മതിയോ എന്ന് നന്ദിനി ചാടി കയറി ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ നന്ദിനി എടുത്തിയെന്ന് ചോദിച്ചു വേദ. വിനായകൻ ചേട്ടൻ ഒരു 5 മിനിറ്റ് സമയമുണ്ട്, ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു വേദ. അപ്പം ഞങ്ങൾ പോയിട്ട് തിരക്കുണ്ട്, 5 മിനിറ്റിനുള്ളിൽ തിയേറ്ററിലെത്തണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു 5 മിനിറ്റ് മതിയെന്ന് പറഞ്ഞു. എന്താ വേദ ചോദിക്കാനും പറഞ്ഞു. രമ്യ വിനായകൻ ചേട്ടനെ എങ്ങനെയാ പരിചയം എന്ന് ചോദിച്ചു. രമ്യയോ? ഏത് രമ്യ എന്ന് വിനായകൻ ചോദിച്ചു. അപ്പം ഇവിടെ ഇത്രയും കുഴപ്പങ്ങളുണ്ടായിട്ടും രമ്യ വിനായകൻ ചേട്ടൻ അറിയില്ല അല്ലേ എന്ന് വേദ. ഓ രമ്യ അവളവിടെ കാണും, അവളവിടെ ഇല്ല, പോയെന്ന് പറഞ്ഞു. പോയോ? എങ്ങോട്ട് പോയെന്ന്? അതാ വീട്ടുകാരനും അറിയില്ല, അതുകൊണ്ടാ വിനായകൻ ചേട്ടനോട് ചോദിക്കാമെന്ന് കരുതിയത്. ആഹാ ഇതിപ്പോൾ നന്നായി, അവളെവിടെയാണെന്ന് എൻ്റെ ഭർത്താവിനോടാണ് ചോദിക്കുന്നത് എന്ന് നന്ദിനി ഇടയ്ക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ഈ വായും പൂട്ടി കുറച്ച് നേരം ഒന്ന് ചുമ്മാ ഇരിക്കാമെന്ന് ചോദിച്ചു വേദ. നിങ്ങളാ വിനയേട്ടാ ഇവള് വിളിച്ചത് കേട്ടോ? നിങ്ങൾ എന്നത് ബഹുമാനം കൊണ്ടുള്ള ഒരു വിളി തന്നെയാണെന്ന കാര്യം വേദ അന്നേരം പറഞ്ഞു. മുതിർന്നവരെ നീ എന്നാണ് വിളിക്കാൻ പാടില്ലാത്തതെന്ന് പറയുമ്പം അത് ശരിയാട്ടോ നന്ദിനി എന്ന് വിനായകൻ. എന്താ വേദയ്ക്ക് പറയാനുള്ളത്? അത് പിന്നെ എനിക്ക് രമ്യയുടെ കുറച്ച് ഡീറ്റെയിൽസ് അറിയണമെന്ന് വേദ പറയുമ്പോൾ വിനായകൻ്റെ മുഖം അങ്ങ് വല്ലാണ്ടായി. അപ്പോൾ ആ വീട്ടുകാരനോട് ചോദിച്ചപ്പം അവളുടെ സ്വന്തം അഡ്രസ്സ് അല്ലാതെ ഓഫീസ് അഡ്രസ്സ് വെച്ചിട്ടാണ് എഗ്രിമെൻ്റ് എഴുതിയത് എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും വിനായകൻ്റെ മുഖം വാടി. അപ്പോൾ നിങ്ങൾ ബ്രോക്കേഴ്സ് നിയമം പാലിക്കാതെയാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനായി വിനായകന്. അപ്പോൾ നീ ഇപ്പോൾ എന്താ വിനായകനെ നിയമം പഠിപ്പിക്കാൻ വന്നതാണോ എന്ന് നന്ദിനി ചോദിച്ചു. താമസത്തിന് വരുന്നവരുടെ ഫോട്ടോയും ആധാർ കാർഡും ഒക്കെ വാങ്ങിച്ച് പരിശോധിക്കണമെന്നും അതിൻ്റെ കോപ്പി സൂക്ഷിക്കണമെന്നുള്ളത് ബ്രോക്കേഴ്സിന് അറിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്നും ഞങ്ങളുടെ പണിയല്ല, അതൊക്കെ വേണമെങ്കിൽ ഉടമസ്ഥൻ നോക്കിക്കൊള്ളണമെന്ന് വിനായകൻ. പക്ഷെ ഉടമസ്ഥൻ പറഞ്ഞത് വിനായകൻ ചേട്ടൻ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കിയതെന്നാണെന്ന് പറയുമ്പം ആഹാ നീ പോലീസ് മുറിയിലാണല്ലോ ചോദ്യം ചെയ്യുന്നതെന്ന് നന്ദിനി. മിണ്ടായിരിക്കടി എന്ന് വിനായകൻ. എന്തിനും മിണ്ടായിരിക്കണം, ഇവരുടെ ചോദ്യം ചെയ്യൽ കേട്ടതൊന്നും രാത്രിയിൽ ആ പെണ്ണിനെ കയറി പിടിക്കാൻ പോയത് വിനായകനാണെന്ന്. അയ്യോ എടി നന്ദിനെ എടുത്തി ഇടയിൽ കയറി സംസാരിക്കാൻ നിൽക്കരുത് കേട്ടോ, എൻ്റെ ഭർത്താവിനെതിരെ നടന്നിട്ടുള്ളത് ഒരു വലിയ ഗൂഢാലോചന തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും അതിൽ ആരൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളതെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റുമെന്ന് നമ്മുടെ വേദ പറഞ്ഞു. ആ സമയത്ത് അയ്യോ ഗൂഢാലോചനയൊന്ന് വിചാരിച്ചു വിനായകൻ ഇങ്ങനെ നിൽക്കുമ്പം അതെ ഗൂഢാലോചന തന്നെ. വിനായകൻ ചേട്ടാ വിക്രം ഒരു കെണിയിൽ ചെന്ന് പെട്ടതാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടെന്നുള്ള കാര്യം വേദ പറഞ്ഞു. നിന്റെ മനസ്സ് പറഞ്ഞത് കൊണ്ട് ഒരു സത്യവും നുണയായി മാറുമോ? ഇല്ലല്ലോ. ഒന്നും മിണ്ടാതിരിക്കടി നന്ദിനി എന്ന് വിനായകൻ അന്നേരം പറഞ്ഞു.
നോക്കു ദേ ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഏജൻസിക്ക് ആൾക്കാർക്ക് ഒരു കൂട്ടായ്മയുണ്ട്. വീട് അന്വേഷിച്ച് വരുന്ന ആൾക്കാർക്ക് ഓരോരുത്തരുടെയും കെയർ ഓഫുകളിലുള്ള വീടുകൾ കാണിച്ചു കൊടുക്കും. കാര്യം നടന്നാൽ കിട്ടുന്ന കമ്മീഷൻ പങ്കിട്ടെടുക്കുകയും ചെയ്യും. ഇത് അങ്ങനെ വന്നൊരു കേസാണെന്ന് പറയുന്നു ഈ വിനായകൻ. അപ്പോൾ ആ കുട്ടിയെ വിനായകൻ ചേട്ടൻ നേരിട്ട് പരിചയമില്ല എന്ന് പറഞ്ഞു. എങ്ങനെ വരാൻ എനിക്കറിയില്ല. അപ്പോൾ പരിചയപ്പെട്ടത് വേറെ ബ്രോക്കർ വഴിയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ എക്സാക്ട്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനായകൻ ഇങ്ങനെ നിൽക്കുക. എന്നാൽ ആ ആളിൻ്റെ ഡീറ്റെയിൽസ് നമ്പറോ അഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും കാണില്ലേ എന്ന് ചോദിച്ചു. അതും ഇനി അഡ്രസ്സ് അകത്ത് അലമാരിയിലാണെന്ന് പറഞ്ഞു. ആ സമയം ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഇനി തിരിച്ചു കയറാൻ പറ്റത്തില്ല, വിനേട്ടൻ വന്നേന്ന് പറഞ്ഞ് നന്ദിനി മേൽവിലാസവും ജാതകമൊക്കെ തിരിച്ചു വന്നിട്ട് നോക്കാമെന്ന് പറയുമ്പോൾ മതി, പക്ഷേ ഫോണിൽ നമ്പർ ഉണ്ടാകുമല്ലോ അതൊന്നും എനിക്ക് ഷെയർ ചെയ്തേക്കാൻ പറഞ്ഞു. അത് പിന്നെ ഞാൻ എനിക്ക് എന്ന് പറഞ്ഞ വിനായകൻ നിൽക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വിനായകന്? ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ അയച്ചെന്നാ പറയാം. മതി അപ്പോൾ ശരിയേ എന്നും പറഞ്ഞുകൊണ്ട് വിനായകൻ അവിടെ നിന്ന് അങ്ങ് പോണു. ഈ സമയം പിന്നെ കാണിക്കുന്നത് അവിടെ രാധയുടെ വീട്ടിൽ അച്ഛൻ കുടിച്ച് 4 കാലം നിൽക്കാൻ മേലാതെ വന്നിട്ട് നമ്മുടെ വിക്രത്തെ പറ്റി വിക്രം പീഡനക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്ക് രാധ അത് ഏറ്റു പിടിച്ചു വന്നു. വിക്രം ഒരിക്കലും അത് ചെയ്യില്ല എന്നും പറഞ്ഞു. എനിക്കത് ഉറപ്പാണെന്നും അവളുടെ ഒരു ഉറപ്പും കൊപ്പും പോടി അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ മോളോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാം. അപ്പോൾ വിക്രത്തെ പറ്റി അങ്ങനെ പറയരുതെന്നും പറഞ്ഞ് രാധ ഇങ്ങനെ പറയുമ്പോൾ എടിയും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ലടി, മനുഷ്യന്മാർ പലരും പുറമേ കാണുന്ന ആളൊന്നും ആയിരിക്കില്ല അവൻ. ശരിക്കും പറഞ്ഞാൽ വെറുതെ ഒരു പെൺകുട്ടി ബഹളം വെച്ച ആൾക്കാരെ കൂട്ടുകൂടി അവളെന്തായാലും ആള് മേടിക്കുക. അവനെ തള്ളി താഴെയിട്ട് പുറത്ത് വന്ന് കഥക് ലോക്ക് ചെയ്ത് വെച്ച് പോയില്ലേടി എന്ന് ചോദിച്ചു. പോലീസ് വന്ന് തുറന്നു നോക്കിയപ്പോഴേ ദേ ഒരു മൂലയിൽ ഇങ്ങനെ പമ്മി ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം മതിയച്ഛൻ നിർത്തിക്കോളാൻ പറഞ്ഞു രാധ. ഈ പറഞ്ഞതൊന്നും വിക്രമേട്ടൻ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ശരിയാ മോളെ, അവൻ ഈ വൃത്തികേടൊന്നും ചെയ്യുന്ന ആളല്ല എന്ന് രാധയുടെ അമ്മ പറഞ്ഞു. പക്ഷേ എന്തിനാ അവൻ ആ വീട്ടിൽ പോയതെന്ന് ചോദിച്ചു. എന്തിനാ പെണ്ണവനെ പൂട്ടിയിട്ടത്? അതിനുള്ള ഉത്തരം വേണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ആരെന്തോ ചതി വെച്ചതാ ഇതിനകത്ത്, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്ന് രാധ. പിന്നെ നമുക്കിതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമുണ്ട്, അവനായി അവൻ്റെ പാടായി നിങ്ങൾ പറഞ്ഞ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി രാധ കുറെ പൈസയൊക്കെ എടുത്ത് എണ്ണു. അപ്പോഴത്തേക്ക് അമ്മ എന്താടി നീ പിന്നെയും തുടങ്ങിയോ എന്ന് ചോദിച്ചു. എന്തോ ഇറങ്ങാൻ? ഇത്രയും കാശ് നീ എവിടേക്ക് ഇപ്പോൾ കൊണ്ടുപോകാൻ പോണെന്ന് ചോദിച്ചത്. നീ അവരെ ഇറക്കാൻ പോവാണോ എന്ന് ചോദിച്ചു. ആ സമയത്ത് വിക്രമേട്ടനെ ഇറക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ട അമ്മേ, നിനക്ക് പ്രാന്താണെന്ന് ചോദിച്ചുകൊണ്ട് വേദയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിപ്പറിച്ച് മേടിക്കുക. അപ്പം അമ്മ ഇങ്ങനെ എച്ചിക്കണക്ക് പറയാൻ നിൽക്കല്ലേ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് വേദയ്ക്കും ഉള്ള ഉത്തരവാദിത്വം എന്നതുപോലെ തന്നെ രാധയും ഉത്തരവാദിത്വം കാണിച്ച് വിക്രത്തെ ഇറക്കാനായിട്ട് പോവുക. ഈ സമയം പിന്നെ കാണിക്കുന്നതേ പത്മം അവിടെ മാധവന് ചായയായിട്ട് ചെല്ലുക കേട്ടോ. അപ്പോൾ ശങ്കരേട്ടന് ചായയായിട്ട് ചെല്ലുക. അപ്പോൾ ശങ്കരേട്ടനെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചു പത്മം. അപ്പം എന്താന്ന് ചോദിച്ചു. എന്താ നിനക്ക് എന്നോട് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പം അത് പിന്നെ എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ എന്നോട് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണെന്ന് പത്മം പറയും. നീ പറയാൻ പറഞ്ഞു. എന്താന്ന് പറയാൻ പറഞ്ഞപ്പോൾ ദേഷ്യപ്പെടരുത് ശങ്കരേട്ടനെന്ന്, വേദയെ പറ്റിയാണ് പറയാനുള്ളത്. അപ്പോൾ വിക്രത്തെ പറ്റി എനിക്ക് പറയാനുള്ളത് എന്ന് പത്മ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അദ്ദേഹം. അപ്പോൾ വിക്രം അങ്ങനെ ഒരാളാണെന്നൊന്നും എനിക്ക് അഭിപ്രായവും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ ഒരിക്കലും സ്ത്രീകളോട് ഇങ്ങനെയൊന്നും പെരുമാറുന്ന ഒരാളല്ല എന്ന് പറഞ്ഞു. മരുമകൻ്റെ സ്വഭാവ ഗുണം അഡ്വക്കേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിച്ചു അദ്ദേഹം. അവൾ അന്ന് വന്ന് പറഞ്ഞിട്ട് പോയത് ശ്രദ്ധിച്ചില്ലേ? ആരൊക്കെയോ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് അതെന്ന്. ആരൊക്കെയോ അല്ല, നമ്മൾ, അവളുടെ കുടുംബക്കാര്, നിന്റെ ആങ്ങളെയും നമ്മുടെ മോനും. അതാണ് അവൾ പറഞ്ഞിട്ട് പോയത്. അവരങ്ങനെ ചെയ്യണമെങ്കിൽ എൻ്റെ മൗനാനുവാദം ഉണ്ടായിരിക്കണമല്ലോ. അതും മനസ്സിൽ വെച്ചിട്ട് എന്നെ വെല്ലുവിളിക്കാൻ വന്നതാണ് അവളെന്ന് പറയുമ്പം അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. അവൾക്ക് അവളുടെ സങ്കടം വന്നു പറയാൻ ഇവിടെ അല്ലാതെ വേറൊരു സ്ഥലം ഉണ്ടോ എന്ന് പത്മം. നിനക്കത് സങ്കടം പറിച്ചിലായിട്ടാണോ തോന്നിയതെന്ന് അച്ഛൻ ചോദിക്കുക. അവളുടെ ഭർത്താവിനെ കൊല്ലാൻ നോക്കിയത്രേ. അവനും അവൻ്റെ നേതാവ് ശ്രീനിവാസനും കൂടി നമുക്കെതിരെ അത് തിരിച്ചുവിട്ടതാണെന്നുള്ള കാര്യം ഈ അച്ഛൻ പറയുക. ശ്രീകാന്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നു. തല്ലും വഴക്കും നടത്തി കുറേ ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അവൻ. അപ്പോൾ അതിലാരെങ്കിലും വഴിയിൽ വെച്ച് കണക്ക് തീർക്കാനോ മറ്റോ നോക്കിയതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഈ പുള്ളിക്കാരൻ പറയുന്നു. അത് നമ്മൾ ചെയ്തതാണെന്ന് വരുത്തി തീർത്ത് അവളെ നമുക്കെതിരെ തിരിക്കാൻ നോക്കുകയാണ് അവൻ്റെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ, അതെല്ലാം അവിടെ നിൽക്കട്ടെ, അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ ഈ ഒരു കേസിൻ്റെ കാര്യമാണെന്ന കാര്യം പത്മ ഇങ്ങനെ പറഞ്ഞു. മദ്യപിച്ച ഒരു പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറാൻ വിക്രം ശ്രമിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നീ ചെന്നവനെ ഇറക്കാൻ നോക്കാൻ പറഞ്ഞു.
അദ്ദേഹമേ. അപ്പോൾ അവനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഹണി ട്രാപ്പിൽ കുടിക്കുകയെന്നാണ് അവൾ ഇവിടെ വന്ന് പറഞ്ഞു പോയതിൻ്റെ അർത്ഥം. അത് മനസ്സിലായില്ലേ നിനക്ക് എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം ചോദിക്കാം. അവൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് കാണില്ല എൻ്റെ ശങ്കരേട്ട. അച്ഛൻ എഴുതാപ്പുറം വായിക്കരുതെന്ന് പത്മം പറയാം. അവളോട് എല്ലാം പൊറുക്കാനും മറക്കാനും തീരുമാനിച്ച ആളല്ലേ നിങ്ങൾ. അവൾ പറയുന്നതിൽ സത്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാത്തത് എന്താണെന്ന് ചോദിച്ചപ്പം തോന്നിയനെ. പക്ഷേ അവളുടെ ഇന്നത്തെ രീതിയും ഇവിടെ വന്നിട്ട് നടത്തിയ പെർഫോമൻസും കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് ശങ്കരൻ പത്മത്തിനോട് പറഞ്ഞു. അവൾ അവളുടെ കയ്യിലെ പാവയായി കഴിഞ്ഞു എന്നുള്ള കാര്യമൊക്കെ പറയുക. പിന്നെ അവർ പറയുന്നത് മാത്രമേ അവൾ ഇനി വിശ്വസിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും അച്ഛൻ അമ്മയോട് പറയുമോ. നീ വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി, തൽക്കാലം അത് നടക്കില്ല എന്ന് പറഞ്ഞു. ഈ ഒരു വിവരം പറഞ്ഞു ഇനി നീ എൻ്റെ അടുത്ത് വരരുതെന്ന് പറഞ്ഞു. പൊതുസമൂഹത്തിന് മുന്നിൽ എന്നെയും എൻ്റെ അന്തസ്സിനെയും ഇല്ലാതാക്കാൻ അവൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഇതൊന്ന് പോയാൽ മതി എന്ന് അദ്ദേഹം പറയുമോ. ഈ വീട്ടിൽ ഇനി അവൾ മനഃപൂർവ്വം ചോദിച്ചു വാങ്ങിയതാണെന്നും ഈ വീട്ടിൽ ഇനി അവൾക്കൊരു സ്ഥാനവും ഇല്ല, ആ വിധി അവൾ ചോദിച്ചു വാങ്ങിയതാണ്, അവൾ അനുഭവിക്കട്ടെ എന്ന് അച്ഛൻ പറയുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് രാധ ഒരു വക്കീലിൻ്റെ അടുത്ത് ചെന്നതാണ്. വക്കീലിൻ്റെ അടുത്ത് ചെന്നിട്ട് അപ്പോൾ വക്കീലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വക്കീൽ പറഞ്ഞു ഒരു മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കാമെന്ന്. പക്ഷേ എത്രത്തോളം അത് പ്രാബല്യമാകുമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ വിക്രം ഒരിക്കലും അത് ചെയ്യില്ല, അതെനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് രാധ ഈ വക്കീലിനോട് പറയുക. അങ്ങനെ ഇവർ തമ്മിൽ അതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പോഴും അദ്ദേഹവും പറയുന്നത് വിക്രം എന്തിനാ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന് കയറി എന്നുള്ളതാണ്. അങ്ങനെ രാധ ഈ സാറിനെ കണ്ടിട്ട് അവിടെ നിന്ന് അങ്ങ് പോണു. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ആദ്യത്തെ ഭാഗം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സെക്കൻഡ് പാർട്ടിന് അടുത്ത എപ്പിസോഡ് കാണാം. എല്ലാവർക്കും നന്ദി. അപ്പോൾ അങ്ങനെ നമ്മുടെ രാധ അവിടെ നിന്നങ്ങ് പോണു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമലയാണ് കേട്ടോ. കമല ഇങ്ങനെ വിഷമിച്ച് കയറി വരിക. വീട്ടിൽ വന്നിട്ടാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക, പരിസരബോധം പോലും ഇല്ലാതെ നടന്നു പോണേ. ആ സമയത്ത് മാഷ് അങ്ങോട്ടേക്ക് വന്നു. കമല എന്നും പറഞ്ഞ് വിളിച്ചു. പെട്ടെന്ന് കണ്ണുനീരൊക്കെ തുടച്ച് ഇങ്ങനെ നിൽക്കുക. നീ ഇത് എവിടെ പോയതാണെന്ന് ചോദിച്ചു. ഞാനിവിടെ എല്ലാവരോടും ചോദിച്ചപ്പോൾ അവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ ഞാൻ അപ്പോഴത്തേക്കും നന്ദിനി ഇറങ്ങി വന്നു. അമ്മ ഇത് എവിടെയായിരുന്നു? ഓ അച്ഛൻ എത്ര നേരമായി അമ്മ അന്വേഷിക്കുന്നു. ഞാൻ തങ്കത്തിൻ്റെ വീട് വരെ ഒന്ന് പോയതാ മാഷി എന്ന് പറഞ്ഞു. എന്തിന്? അങ്ങനെ പതിവില്ലാത്തതാണല്ലോ എന്നൊക്കെ നന്ദിനി. അപ്പോഴേക്കും വേദയെ ഇറങ്ങി വന്നു. അതെ, തങ്കത്തിൻ്റെ മരുമകളെ ഇന്ന് പ്രസവത്തിന് കൊണ്ടുപോകുമല്ലേ, ഒന്ന് കാണാൻ പോയതാന്ന് പറഞ്ഞു. അവർ കഴിഞ്ഞ ആഴ്ച പോകുമെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു നന്ദിനി ഇടയ്ക്ക് കയറുന്നു. അല്ല, ഇന്നാ പോയതെന്ന് കമല പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പം നിനക്ക് എന്തൊക്കെ അറിയണം നന്ദിനി എന്ന് ചോദിച്ചുകൊണ്ട് കമലയോട് ദേഷ്യപ്പെട്ടു. കമല നന്ദിനിയോട് അപ്പം അല്ല കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് നന്ദിനി വലിയ പുണ്യാളത്തി ചമഞ്ഞ് അങ്ങ് കയറി അങ്ങ് നിൽക്കുന്നു. ആ സമയത്ത് നമ്മുടെ വേദയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പം നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ എന്ന് ചോദിച്ചുകൂട്ടോ അച്ഛൻ. ഏയ് ഒന്നുമില്ല മാഷേ, ഒന്നുമില്ല എന്നും പറഞ്ഞ് കമല കിടന്ന് ഉരുണ്ട് കളിക്കുക. അപ്പോഴെല്ലാം വേദയ്ക്ക് കാര്യം അറിയാം, അമ്മ എന്തിനു പോയതാ എവിടെ പോയതാണെന്ന്. അപ്പോൾ തങ്കത്തിൻ്റെ മരുമകൾ പ്രസവിക്കാൻ യാത്ര ചോദിച്ചപ്പോൾ നിനക്കെന്താ സങ്കടം വന്നു പോയോ എന്ന് മാഷ് ചോദിക്കുക കമലയോട്. കമല അന്നേരം അവിടെ നിന്നൊരൊറ്റ കരച്ചിൽ കയ്യിൽ നിന്ന് പോയി. ദേ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നതെന്ന് ചോദിച്ചു. ദേ നിന്റെ മകൻ എന്താ ചെയ്തിരിക്കുന്നതെന്നുള്ള ബോധം നിനക്കില്ലേ? ആ സമയത്ത് പുറലോകത്തേക്ക് ഇറങ്ങി എല്ലാവരുടെയും മുന്നിലൊരു ചോദ്യചിഹ്നമായാലും ഒരു കളിയാക്കുന്ന സാഹചര്യത്തിൽ നിന്ന് കൊടുക്കണോ കമല എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഭയങ്കര കരച്ചില അമ്മ. വേദയ്ക്കും അത് താങ്ങാൻ പറ്റിയില്ല കേട്ടോ. വേദയ്ക്കും ഭയങ്കര സങ്കടമായി. ആ സമയത്ത് ആ വീട്ടിലേക്ക് അവൻ എന്തിനു കയറി ചെന്നു എന്നതിനുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുന്നത് വരെ അവനെ കാണാനോ സംസാരിക്കാനോ ഈ വീട്ടിൽ നിന്നും ആരും പോകരുതെന്നല്ലായിരുന്നോ പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചു. അത് നീ തന്നെ ആദ്യം ലംഘിച്ചില്ലേ ഇല്ലേ കമല എന്നിങ്ങനെ അദ്ദേഹം ചോദിക്കുക. അപ്പോൾ അവിടെ നിന്ന് കമല ഭയങ്കര കരച്ചില്ല. ആ കുഞ്ഞൂട്ടനാണെങ്കിൽ വേദയോടുള്ള കാര്യമായിട്ട് പറഞ്ഞതുമില്ല. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഞാൻ അവൻ്റെ അമ്മയല്ലേ മാഷേ എന്ന് ചോദിച്ചു. അന്നേരവേ ഇതൊക്കെ കേട്ട് വേദ താങ്ങാൻ പറ്റാതെ നിൽക്കുക. ഒരമ്മയുടെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാകുമെന്നും പക്ഷേ ആ ഒരു വേദന അവനെ കാണാൻ സ്റ്റേഷനിൽ കയറി ഇറങ്ങുമ്പോൾ അമ്മ വീണ്ടും വീണ്ടും അപമാനിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണെന്ന് ഓർമ്മ വേണമെന്ന് മാഷ് കമലയോട് പറഞ്ഞു. അവിടെ നിന്നങ്ങ് വിങ്ങിപ്പൊട്ടി കമല കരയാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. മാഷാണെങ്കിൽ കമല ഇങ്ങനെ ഉപദേശിച്ച് വഴക്ക് പറഞ്ഞൊക്കെ ഇരിക്കുക. അപ്പം നീ പോയത് തങ്കത്തിൻ്റെ വീട്ടിലേക്കല്ലെന്നും പോലീസ് സ്റ്റേഷനിലേക്കാണെന്നും എനിക്കറിയാം കമല എന്ന് അദ്ദേഹം പറയുക. അപ്പോഴും അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. നന്ദിനി ഓഹോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം നന്ദിനിനെ ഇതൊന്നും ബാധിച്ചിട്ടുള്ള കാര്യമല്ലല്ലോ, നന്ദിനിക്കൊന്നും വിഷയമേ അല്ല. പോവാതിരിക്കാനും കാണാതിരിക്കാനും എന്നെക്കൊണ്ടാവുന്നില്ല, എനിക്ക് കഴിഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ കരച്ചിൽ അവിടെ നിന്നൊരു പോക്കും കൂടെ അങ്ങ് പോയി നമ്മുടെ കമലയെ. ആ കൂടെ വേദയും കയറിപ്പോയി. അച്ഛനിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ നന്ദിനി പതുക്കെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഈ സമയത്ത് അമ്മ അങ്ങനെ ചെയ്യണ്ടായിരുന്നു അല്ലേ അച്ഛാ എന്ന് ചോദിച്ചു നന്ദിനി. ഒരൊറ്റ നോട്ട അച്ഛൻ നന്ദിനി. ആ നേരത്തെ നന്ദിനി നിന്ന് ദഹിച്ചു എന്നും പറഞ്ഞ അച്ഛനകത്തേക്ക് കയറിപ്പോയി. അകത്ത് പോയിരുന്നു കമല ഭയങ്കര കരച്ചിൽ. അപ്പോഴേക്കും വേദ അങ്ങോട്ടേക്ക് കയറി വന്ന് അമ്മയെ ആശ്വസിപ്പിക്കുക. അമ്മ എന്തിനാ കരയുന്നതെന്നും ചോദിച്ചു. അപ്പോൾ എന്നെ കാണിച്ചില്ല മോളെ,
ആ പോലീസുകാരൻ ഒരുപാട് മോശമായിട്ടാണ് സംസാരിച്ചത്. ഇനി മകനെ കാണണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കല്ല ജയിലിലേക്ക് ചെല്ലാനാ പറഞ്ഞതെന്നൊക്കെ കമല പറയാം. അതും പറഞ്ഞ് ഭയങ്കര കരച്ചില്. അവനെ ഒരുപാട് തല്ലിയിട്ടുണ്ടാവുമോ മോളെ എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മേ, അങ്ങനെയൊക്കെ ചെയ്താൽ ഇവിടെ കോടതി ഇല്ലേന്ന് ചോദിച്ചു. ഓരോ തവണയും അവനോട് ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളല്ലേ മോളെ എന്ന് ചോദിച്ചു. ഇത്തവണ അവർക്ക് പക കൂടാനല്ലേ സാധ്യത, അവനെ അവർ ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞു. മോൾ ആരെയോ കാണണമെന്ന് പറഞ്ഞിട്ട് എന്തായി, അവനെ പുറത്തിറക്കാൻ പറ്റുമോ മോളെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന കാര്യം വേദ അന്നേരം പറഞ്ഞു. വിക്രത്തെ ജാമ്യത്തിൽ ഇറക്കുക എന്നുള്ളതിനേക്കാളും പ്രാധാന്യമുള്ള കാര്യമാണ് ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് അറിയുക എന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ അടിയും തൊഴിയൊക്കെ കൊണ്ട് ഇനിയും അവിടെ കഴിഞ്ഞോട്ടെ എന്നാണോ പറയുന്നതെന്ന് അമ്മ മകളോട് ചോദിക്കുക. അപ്പോൾ സാധാരണ കേസ് പോലെയൊന്നും അല്ലല്ലോ അമ്മ ഇത്, അങ്ങനെ പെട്ടെന്ന് ഊരിപ്പോരാൻ പറ്റുന്ന കേസല്ലല്ലോ. എല്ലാ ദിവസവും അവർക്കവിടെ കിടത്താനായിട്ടൊന്നും പറ്റത്തില്ലല്ലോ, കോടതിയിൽ ഹാജരാക്കിയല്ലേ പറ്റുള്ളൂ എന്ന് വേദ അമ്മയോട് പറയുക. നമ്മ ധൈര്യമായിട്ടിരിക്കുക, വിക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവൻ എന്തിനാ അവിടെ പോയതെന്ന് അറിഞ്ഞ പ്രശ്നമൊക്കെ തീരില്ലേ മോളെ എന്ന് കമല ചോദിച്ചു. അവൾ ഇവിടുന്ന് പോയ അമ്മേ, അവൾ ഇവിടുന്ന് പോയി എന്ന് പറയുന്നത് കേട്ടപ്പോൾ കമല ഞെട്ടി. രാത്രി തന്നെ അവൾ വീടൊഴിഞ്ഞു പോയി എന്ന കാര്യം പറയാം. പോയിന്നോ മോൾ എന്തേ പറയണേ? ആ അതെ അമ്മേ, ഇവിടെയുള്ള ആളുകളുടെ മുഖത്ത് നോക്കാൻ വയ്യത്രേ, അതും പറഞ്ഞ് അവൾ പോയതെന്നാ പറഞ്ഞത്. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അല്ലാണ്ടായി. ഇനിയിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചാൽ തന്നെ അവളോട് കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞു എന്നോ ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിക്കാൻ നിർബന്ധിച്ചു എന്നോ കോടതിയിൽ പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വേദ ചോദിക്കുക അമ്മയോട്. അപ്പം പിന്നെ നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ ആവില്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു വഴിയും ഇല്ലെന്നാണോ മോള് പറയുന്നതെന്ന് ചോദിക്കുക. ആ സമയം ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ആ ശ്രീനിവാസൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ മോളെ എന്ന് ചോദിച്ചു കേട്ടോ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മ സമാധാനത്തോടെ ഇരിക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം, അമ്മ ധൈര്യമായിട്ടിരിക്കുക, ഞാനല്ല അമ്മയെ പറയുന്നതെന്നും പറഞ്ഞ് വേദ ഇങ്ങനെ അമ്മയെ സമാധാനിപ്പിക്കുക. എൻ്റെ കുഞ്ഞെന്നും പറഞ്ഞ് അമ്മ അവിടെ ഇരുന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ടും ഇരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സെല്ലിൽ കിടക്കുന്ന വിക്രത്തെയാണ്. അപ്പോൾ വിക്രം ഇങ്ങനെ സെല്ലിൽ കിടക്കുന്നു. അപ്പോഴത്തേക്കും ആ SI വന്നിട്ട് എന്താടാ പട്ടിണി സമരമാണോ എന്ന് വിക്രത്തോട് ചോദിക്കുക. വിക്രം ഫുഡൊന്നും കഴിക്കുന്നില്ല. വിക്രം ഒന്നും മിണ്ടുന്നുമില്ല. പട്ടിണി കിട്ടു, മർദ്ദിച്ചു എന്നെല്ലാം കോടതിയിൽ ബോധിപ്പിക്കാനാണെങ്കിൽ ഒരു കാര്യവും ഇല്ല എന്ന് അയാൾ വിക്രത്തോട് പറയുക. നിനക്ക് യഥാസമയത്ത് ഭക്ഷണം തരുന്നതിൻ്റെയും നീ കഴിക്കാതിരിക്കുന്നതിൻ്റെയും എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട് എന്ന് പോലീസുകാരൻ വിക്രത്തിനോട് പറയുമ്പോൾ, സാർ എന്തിനാ സാറേ എൻ്റെ കാര്യത്തിൽ ഇത്ര പേടി എന്ന് വിക്രം ചോദിച്ചു. പേടിയോ? നിന്നെയോ? നീ ഇന്ന് രാത്രിയും എൻ്റെ കൈയുടെ ചൂടറിയും എന്ന് ഇയാൾ പറയുമ്പം, അടച്ചിട്ട മുറിയിലല്ലേ സാറിനെ കൊണ്ട് അതിന് പറ്റൂ, പുറത്തൊരു ലോകം ഉണ്ടല്ലോ, അന്നത്തെ പോലെ നമ്മൾ വീണ്ടും കാണും. അപ്പോൾ ഇല്ലടാ, ഇത്തവണ നമ്മൾ വീണ്ടും കാണാൻ പോകുന്നില്ല എന്ന് SI പറഞ്ഞു വിക്രത്തോട്. നിന്നെ ഇവിടെ നിന്ന് ഇറക്കാതിരിക്കാൻ എന്തൊക്കെ വേണോ അതെല്ലാം ഞാൻ എഴുതി ചേർത്തിട്ടുണ്ടെന്നും ദൃക്സാക്ഷികളെ അടക്കം എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു. അപ്പം കള്ള ദൃക്സാക്ഷികളല്ലേ സാറേ, നമുക്ക് കോടതിയിൽ നോക്കാവുന്നേ, പക്ഷേ ജാമ്യം കിട്ടി ഞാൻ പുറത്ത് ഇറങ്ങിയ സാറേ, പൊന്ന് സാറേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ വിളിച്ചു. നിർത്തടാ എന്നും പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരൻ സാറേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ വിക്രം ഭയങ്കര ചിരി. അപ്പോഴേക്കും ഈ SI നമ്മുടെ വിക്രത്തിനോട് കലിപ്പ് കയറി ഇടിക്കാൻ ചെന്നപ്പോൾ എൻ്റെ പൊന്ന് സാറ് ഒന്നിനും പോകണ്ട, ഇവൻ പുറത്തെങ്ങാനും ഇറങ്ങിയ സാറിന് അതിന് കട്ട പോകുക, ഇവന് എങ്ങനെയെങ്കിലും പുറത്തേക്കൊന്ന് ഇറക്കണം, അവൻ അതിനു വേണ്ടി മനഃപൂർവ്വം കാണിക്കുന്നത്, സാറ് മൈൻഡ് പോലും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വിക്രത്തിനെ മാക്സിമം ഇതാക്കി പറഞ്ഞിട്ട് ഇവരങ്ങ് പോയി, പേടിച്ച് പറിച്ചങ്ങ് പോയി കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന്, അതായത് രാധയുടെ വീട്ടിൽ രാധയുടെ അമ്മ ചോറുണ്ടോ, കരഞ്ഞോണ്ട് ചോറ് കപ്പ് ഉപ്പെന്ന് പറഞ്ഞ് വാരി തിന്നുകൊണ്ടിരിക്കുക. അപ്പം രാധ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ. അപ്പം എനിക്കെന്തെങ്കിലും പറ്റിയ പിന്നെ അപ്പം നീ ഇങ്ങനെ വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു, അതായത് രാധയുടെ അച്ഛൻ, എനിക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ നിങ്ങൾക്കാണല്ലോ വിഷമം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോറ് വാരി തിന്നുകൊണ്ടിരിക്കാം. അപ്പം അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത്, ഇവിടെ ഇപ്പം എന്താ ഉണ്ടായതെന്ന് രാധ അമ്മയോട് ചോദിക്കുമ്പം, ഇല്ലടി ഒന്നും ഉണ്ടായിട്ടില്ല, ഈ വീട് വലിയ സന്തോഷത്തിലും സമാധാനത്തിലുമാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ടേ ഞാൻ എൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോകാൻ അങ്ങ് തീരുമാനിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞ് വാരി കഴിക്കുക. അല്ല സാധാരണ നീ ഞങ്ങൾക്ക് വിളമ്പിയിട്ടില്ല ഉണ്ണാൻ ഇരിക്കാറുള്ളൂ എന്ന് ചോദിച്ചു കേട്ടോ ചേട്ടൻ. എന്താ എനിക്ക് വിഷമമുള്ളപ്പോൾ എനിക്ക് കഴിച്ചുകൂടെ എന്ന് ചോദിക്കുക അമ്മ.
എന്നാ ഇന്നൊന്നും നീ ചോദിക്കുക പോലും ചെയ്തില്ല. അപ്പൊ വേണോന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ചോദിക്കാത്തതെന്ന് പറഞ്ഞു അമ്മ. അപ്പൊ അമ്മ എന്താ അമ്മ ഇങ്ങനെയെന്ന് രാധ ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ എന്തോന്ന് വേണോടി, അവന്റെ പിന്നാലെ നടക്കുന്ന മതിയെന്ന് പട്ടി പറയുന്നത് പോലെ നിന്നോട് പറഞ്ഞതല്ലേ, എന്നിട്ട് നീ കേട്ടോ എന്ന് അമ്മ മോളോട് ചോദിച്ചു. അപ്പൊ രാധ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. നാണം ഇല്ലാതെ അവന്റെ പിന്നാലെ നീ വാലാട്ടി ചെന്നോണ്ടിരിക്കല്ലേ. അവൻ നെറുകെട്ടത് എന്തോ ചെയ്ത് പോലീസ് പിടിച്ചപ്പോ നീ നിന്റെ കാശും കൊണ്ട് ജാമ്യത്തിൽ ഇറക്കാൻ പോവല്ലേടി ചെയ്തതെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അതിനൊന്നും മിണ്ടാൻ പറ്റാതെ ഇങ്ങനെ രാധ ഇരിക്കുക. എത്ര തവണ നിനക്ക് വേണ്ടി ഞാൻ അവനോട് സംസാരിച്ചതാടി, അന്നേരം അവൻ പറഞ്ഞത് എന്താ, അവൻ എന്നെ ചീത്ത വിളിച്ച് പറഞ്ഞു വയ്ക്കുകയല്ലേടി ചെയ്തതെന്നൊക്കെ ചോദിച്ച് അമ്മ തന്റെ സങ്കടങ്ങളൊക്കെ പറയലും കഴിക്കലും പറച്ചിലും കൂടിയാ. അപ്പൊ പെറ്റിട്ട പെണ്ണിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിച്ചു, എന്നിട്ട് നീ അത് അവസാനിപ്പിച്ചോടി? ഇല്ലല്ലോ, നീ പിന്നെയും പിന്നാലെ നടന്നുകൊണ്ടിരിക്കല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോ അച്ഛനും സങ്കടം. മുഖത്ത് നോക്കി അവൻ നിന്നെ വേണ്ട എന്ന് പറഞ്ഞപ്പോ നീ ചെയ്തത് എന്താടി? നിന്റെ തന്തയെ പോലെ നടു റോട്ടിൽ കള്ളും കുടിച്ച് ബഹളം ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത് സഹിക്കാൻ മേലാതെ തൻ്റെ ഉള്ളിലെ ആ ദുഃഖങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് പെരുമഴ പോലെ പെയ്തിറക്കുക അമ്മ. അപ്പോൾ അവൻ എന്താടി ചെയ്തത്? വീട്ടുകാരുടെ ആശീർവാദത്തോടെ അവളെയും കൊണ്ട് ഒന്നുകൂടി അങ്ങ് താലി കെട്ടി ഭാര്യയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തില്ലേടി എന്ന് ചോദിച്ചു. എന്നിട്ട് നീ അവസാനിപ്പിച്ചോടിയെന്ന് ചോദിച്ചു. അങ്ങനെ അതെല്ലാം പറഞ്ഞ അമ്മ കരച്ചിലും പറച്ചിലും നടക്കുക. കാലങ്ങളായിട്ട് ദൈവത്തെ ജപിച്ച് നടക്കുന്ന എനിക്ക് നീ ഒരു കൊടിച്ചിപ്പലിയുടെ വില പോലും തന്നില്ലല്ലോടി എന്നൊക്കെ പറഞ്ഞു. നിനക്കേ ഞാൻ അമ്മയാണെന്നുള്ളൊരു തോന്നലില്ലടി, പിന്നെ ഞാനെന്തിനു മോളായി കരുതണമെന്നൊക്കെ ചോദിച്ചോണ്ട് ആ പാവം ഇന്ന് കരയുന്നത്. അപ്പം മാലതി, നിന്റെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായി മനസ്സിലാകും, പക്ഷെ അവൾ മോളല്ലെന്ന് കരുതി അവളെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്ന് അച്ഛൻ അമ്മയോട് ചോദിച്ചു. നീ എന്തൊക്കെ പറഞ്ഞാലും അവള് നിന്റെ മകളല്ലാതെ ആകുമോന്ന് ചോദിക്കുക അദ്ദേഹമേ. അപ്പൊ എന്റെ മാത്രമാണോ? ആണോ? അല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അതിനും പറിച്ചില്ല. ഓഹോ എന്നും പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ അവിടെ ഇരിക്കുക. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത്രയും നാളും ചെല്ലും ചെലവും കൊടുത്ത് ഞാൻ വളർത്തി, ഇനിയുള്ള കാലം നിങ്ങൾ അച്ഛനാണല്ലോ, അച്ഛനങ്ങ് വളർത്താൻ പറഞ്ഞു അമ്മ. അതും പറഞ്ഞായിരുന്നു. പിന്നെ അടുത്ത കരച്ചിൽ എന്നും പറഞ്ഞിട്ട് രാധ ഇങ്ങനെ ഇരിക്കുക. അവൾക്ക് വേണ്ടുന്നതെല്ലാം അങ്ങ് ചെയ്തു കൊടുക്കുക. പ്രേമ നൈരാശ്യം മൂത്ത് അവൾക്ക് കുടിക്കാൻ തോന്നുമ്പോൾ പോയി ക്യൂ നിന്ന് കുപ്പി മേടിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചില്ല. അങ്ങനെ കരഞ്ഞ് 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 അവളെ ശപിക്കുന്നത് പോലെയൊക്കെ സംസാരിച്ചിട്ട് ഏറ്റുപോയി. അപ്പോൾ അതിന് വിക്രമനോ തെറ്റും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടായി പിന്നെ രാധ. ഇതെല്ലാം കഴിഞ്ഞ് അമ്മ വന്നിട്ട് ഞാൻ ഇത്രയും നേരം ഓതിയിട്ട് നിനക്ക് മനസ്സിലായില്ലല്ലേടി? ശരി, ഇനി നീ എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷേ ഒരു കാര്യമുണ്ട്, അലമാരയിൽ ഞാൻ കൊണ്ടുവച്ചിരിക്കുന്ന കാശും കാണും, അത് സമുദായത്തിന്റെ പിരിവ് കാശാ, അതൊന്നും എടുത്തോണ്ട് പോയേക്കരുത്. നീ ഓട്ടോ ഓടിച്ചോ, വിറ്റിട്ടോ, പണയം വെച്ചിട്ടോ, അവനെ ജാമ്യത്തിൽ ഇറക്കുവോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഇനി അവന്റെ പേര് ഈ കുടുംബത്ത് മിണ്ടി പോയേക്കരുതെന്നും പറഞ്ഞ് തുള്ളിച്ചാടി അമ്മ അവിടുന്ന് പോയി. രാധയാകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക അവിടെ. പിന്നെ കാണിക്കുന്നത് വേദയാട്ടോ. വേദ ഇങ്ങനെ റൂമിൽ ആലോചിക്കുക, എന്തെങ്കിലും ചതി അല്ലെങ്കിൽ ഇതിന്റെ പിറകിൽ വേറെ ആരെങ്കിലും വിക്രത്തെ കൊടുക്കാൻ പ്രവർത്തിച്ചതാണെങ്കിൽ ആരോ മനഃപൂർവ്വം വിക്രത്തെ വഴിയിൽ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഉറപ്പാണെന്നും എന്നിട്ട് അയാള് രമ്യയുടെ വീട്ടിലേക്ക് ഓടിക്കയറിയതാണെന്നും പിന്തുടർന്ന് ചെന്ന വിക്രം രമ്യയും അയാളാണെന്ന് കരുതി പുറകിൽ നിന്ന് വട്ടം പിടിക്കുകയാണ് ചെയ്തതെന്ന് നമ്മുടെ വേദ അങ്ങ് മനസ്സിലാക്കുക. അപ്പോൾ രമ്യയുടെ നിലവിളി കേട്ട് അബദ്ധം മനസ്സിലായപ്പോഴേക്കും രമ്യ പുറത്തിറങ്ങി വിക്രത്തെ പൂട്ടിയിട്ട് നിലവിളിച്ച് ആളെ കൂട്ടി. ഇതാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മുടെ വേദ അങ്ങ് കണ്ടെത്തി. കാര്യങ്ങളെല്ലാം വേദ കൃത്യമായിട്ട് കണ്ടെത്തി, തെളിവ് സഹിതം. ആ സമയത്ത് അന്ന് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ വേദ ആലോചിക്കുക. ഈ SI നമ്മുടെ രമ്യയോട് ചോദിച്ചപ്പം, സാർ ഞാൻ രമ്യ, ഇന്ന കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ അകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ഒരാൾ പുറകിൽ നിന്ന് വന്ന് എന്നെ കയറി പിടിക്കുകയാണ്, അയാൾ മൂക്കറ്റും കുടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു തരത്തിൽ തള്ളി മാറ്റി പുറത്തിറങ്ങി വാതിലടച്ചു, പിന്നെ ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതെല്ലാം ആലോചിക്കാം. അപ്പോൾ എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്? അത് പിന്നെ ഞാൻ റീൽസ് എടുക്കായിരുന്നു പറഞ്ഞു. റീൽസ് എടുക്കുകയായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല, ഒരാൾക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ പ്രത്യേക സിറ്റുവേഷനിൽ അത് ചെയ്യുമ്പോൾ അതിന് പിന്നിൽ വീട്ടിലേക്ക് കയറി വരുന്ന ആളെ പകർത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നില്ലേ എന്ന് നമ്മുടെ വേദ മനസ്സിൽ ചിന്തിക്കുക. ആ സമയത്ത് പിന്നീട് വീട്ടിൽ നടന്ന കാര്യങ്ങളെ പറ്റിയും ഇങ്ങനെ വേദ ആലോചിക്കുക. അങ്ങനെ വിനായകനോട് പിന്നെ വേദ ചോദിച്ചപ്പം വിനായകൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ വേദയുടെ അടുത്തേക്ക് ശ്രീജ കയറി വരെ ഉറങ്ങിയില്ലായിരുന്നല്ലേ എന്നും ചോദിച്ചേ. അപ്പോൾ ഇല്ലെന്നേ, അപ്പം എനിക്ക് മനസ്സിലായി, അതാ ഞാൻ വന്നതെന്ന് ശ്രീജ വേദയോട് പറയാം. അപ്പോൾ ഉറക്കം വരുന്നില്ല ശ്രീജേച്ചി, ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഉത്തരം കിട്ടാത്തതായിട്ട് എന്ന് വേദ ഇങ്ങനെ പറയാം.
അതാണ് എനിക്ക് ഉറക്കം വരാത്തതെന്നും. ആ സമയം വിക്രം അവിടേക്ക് മനഃപൂർവ്വം കയറി ചെന്നതൊന്നും അല്ല ശ്രീചേട്ടത്തി. വിക്രത്തെ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ പിന്നിലുള്ളവരുടെ ലക്ഷ്യം എന്ന കാര്യം വേദ ശ്രീജയോടും പറയും. ദേ എന്നെ ഇന്ന് വിക്രത്തിൻ്റെ ഫ്രണ്ട് അനിയൻകുട്ടൻ വിളിച്ചിരുന്നു. വിക്രം അവരോട് പറഞ്ഞത് വിക്രത്തെ വഴിയിൽ വെച്ച് ആരൊക്കെയോ മദ്യം നിറച്ച ബലൂണുകൾ കൊണ്ട് എറിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താണ് ശ്രീചേട്ടത്തി? മദ്യപിക്കാത്ത വിക്രത്തിന്റെ ശരീരത്തിൽ നിന്ന് മദ്യത്തിന്റെ മണം വരണം എന്നുള്ളതല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ശരിയാണല്ലോ എന്ന് ശ്രീജി. അതിനുശേഷം ഒരാൾ വിക്രത്തിന്റെ മുന്നിലൂടെ ഓടുക. അപ്പോൾ വിക്രത്തിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാമല്ലോ. കണ്ടപാടെ പിന്നാലെ ഓടുക. അയാൾ ഓടിക്കയറി രമ്യയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. വിക്രം പിന്നാലെയും ചെല്ലുന്നു. അപ്പോഴേക്കും സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ വേദ അങ്ങ് പറഞ്ഞു. പിന്നെ അന്ന് സംസാരിച്ച കാര്യങ്ങളെല്ലാം പറയുന്നു വേദ ശ്രീജയോട്. അപ്പൊ തന്നെ ആക്രമിച്ചു പോകുന്ന ആളിന്റെ പിന്നാലെ പോകുമ്പോൾ വിക്രം അതിന് ശ്രമിക്കില്ല എന്നും, അപ്പൊ വിക്രം അകത്ത് കയറിയ ഉടനെ മറ്റാരോ അത് ചെയ്യണ്ടേ എന്ന് ചോദിക്കാം. അല്ല ഏട്ടത്തി, ലൈറ്റ് ഓഫ് ചെയ്തൊക്കെ പറയുക. അപ്പൊ അത് ശരിയാ നീ പറയുന്നത്. അപ്പോ ഇതൊന്നിൽ കൂടുതൽ ആൾക്കാർ ചേർന്ന് ഒരു ട്രാപ്പാണെന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് വേദ ശ്രീജോട് ചോദിക്കുമ്പോൾ ശരിയാണല്ലോ. മാത്രമല്ല അന്ന് രാത്രി വിനായകൻ ചേട്ടൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. വിക്രത്തിന് പുറകിലൂടെ ഓടിപ്പോകാമായിരുന്നില്ലേ എന്ന്. അപ്പം അതും ആലോചിക്കുക. വിനായകൻ ചേട്ടൻ തന്നെ അതിന് ഉത്തരവും പറയുകയും ചെയ്തു, അത് പൂട്ടിയിരിക്കുകയാണെങ്കിലോ എന്ന്. അകത്താളുള്ളപ്പോൾ പുറകിലെ വാതില് പുറത്തുനിന്ന് പൂട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞു. അതെ, അങ്ങനെ ഒരാൾ ചെയ്യണമെങ്കിൽ തന്നെ ഒരാൾ ആക്രമിക്കാൻ വരുന്നു എന്ന് മനസ്സിലാക്കി അയാളെ തള്ളിമാറ്റി പുറത്തേക്ക് ഓടിയ രമ്യ പുറം വാതിൽ കുറ്റിയിടുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവർ തന്നെ ഓടിച്ചെന്ന് പുറകിലെ വാതിലും കുറ്റിയിടുമോ എന്നിങ്ങനെ ചോദിക്കോ. അത് ആള് രക്ഷപ്പെടാതിരിക്കാൻ വേണമെങ്കിൽ ചെയ്യത്തില്ലെന്ന് ചോദിച്ചു. എങ്കിലത് പോലീസിനോട് രമ്യ അത് പറയുമായിരുന്നില്ലെന്ന് ചോദിച്ചു. താൻ ആക്രമിക്കാൻ വന്നവനെ പിടിച്ചത് എങ്ങനെയാണെന്ന് ഒരിക്കലും പറയാതിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിക്രമനെ അങ്ങോട്ട് എത്തിച്ച ആള് തന്നെയാണ് അത് ചെയ്തതെങ്കിലോ എന്ന് ശ്രീജ ചോദിക്കും. അതെ, അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം കൃത്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ രമ്യ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതല്ലേ എന്ന് നമ്മുടെ ശ്രീജ വേദയോട് ചോദിച്ചു. ഇവർ തമ്മിൽ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.